ഡോക്ടർ മോഹൻ വർഗീസ്, 2020 ഗൽവാൻ സംഘർഷത്തിൽ ചൈന ഭാരതത്തിൻ്റെ ഭൂമി പിടിച്ചെടുത്തു എന്ന പരാമർശവുമായി ബന്ധപ്പെട്ട അപകീർത്തി കേസ് റദ്ദാക്കണമെന്ന ഹർജി പരിഗണിക്കുമ്പോഴാണ് രാഹുലിനെ കോടതി കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. ഭാരതത്തിൻ്റെ 2000 ചതുരശ്ര കിലോമീറ്റർ ഭൂമി ചൈന കയ്യേറി എന്നാണല്ലോ രാഹുൽ പറഞ്ഞത്. നിങ്ങളെങ്ങനെയാണ് ഇതറിഞ്ഞത്? നിങ്ങളവിടെ പോയിരുന്നോ എന്നൊക്കെയാണ് ഇന്ന് ജസ്റ്റിസ് ദീപാങ്ക ദത്ത ചോദിച്ചത്. മാത്രമല്ല, വളരെ ഗുരുതരമായിട്ടുള്ളൊരു പരാമർശമല്ലേ കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്? ഒരു ഭാരതീയൻ ഇങ്ങനെ പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് അല്ലേ? തീർച്ചയായും ശ്രീ അനിൽ, ഒരു പ്രതിപക്ഷ നേതാവിൽ നിന്ന് വരേണ്ട വാക്കുകളാണോ വന്നത് എന്നതിനെക്കുറിച്ച് വലിയ തോതിൽ ഡിബേറ്റ് നടക്കുകയാണ് രാജ്യവ്യാപകമായി. പ്രതിപക്ഷ നേതാവ്, എനിക്ക് മുമ്പ് സംസാരിച്ച അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ വ്യക്തമായി പറഞ്ഞു, ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെയാണ് മുൻകാലങ്ങളിലെ പ്രതിപക്ഷ നേതാക്കന്മാർ, അത് BJPയുടെയും കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷ നേതാക്കന്മാർ മുൻകാലങ്ങളിൽ എത്രത്തോളം റെസ്പോൺസിബിളായിട്ടാണ് പെരുമാറിയത്, സഭയ്ക്കകത്ത് മാത്രമല്ല സഭയ്ക്ക് പുറത്തും. ഇത് പ്രതിപക്ഷത്തിൻ്റെ സ്വരമെന്ന് പറയുന്നത് തിരുത്തലിൻ്റെ സ്വരമാണ്. അതങ്ങനെ തന്നെയാണ് വേണ്ടതും. ഒരു ജനാധിപത്യ ക്രമത്തിൽ, പ്രത്യേകിച്ച് വെസ്റ്റ് മിനിസ്റ്റർ മാതൃകയിലുള്ള ഒരു ജനാധിപത്യ ക്രമത്തിൽ പ്രതിപക്ഷ നേതാവിനെ പലപ്പോഴും നമ്മൾ വിശേഷിപ്പിക്കുന്നത് ദ മാൻ ഇൻ വെയിറ്റിംഗ്, അതായത് പ്രധാനമന്ത്രി പദത്തിലേക്ക് കണ്ണെറിയുന്ന, ഗവൺമെൻറ് താഴെ വീണാൽ അല്ലെങ്കിൽ ഗവൺമെൻറ് മാറിക്കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർത്തിക്കാട്ടേണ്ട ഭാവി പ്രധാനമന്ത്രി തന്നെയാണ് നിലവിലെ പ്രതിപക്ഷ നേതാവ്. അത് അദ്ദേഹം തന്നെ ആകുമെന്ന് ഉറപ്പൊന്നുമില്ല, പക്ഷേ അങ്ങനെയാണ് പൊതുവേ ഉള്ള ഒരു താരിപ്പ്. പക്ഷെ ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ടും വിദേശ നയവുമായി ബന്ധപ്പെട്ടും വരുന്ന വാക്കുകൾ രാജ്യം മുഴുവൻ സാഗുതം കേൾക്കും, ലോകം മുഴുവൻ സാഗുതം കേൾക്കും. കാരണം രാജ്യത്തെക്കുറിച്ചുള്ള കാര്യമല്ല, രാജ്യത്തിനൊരു പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ ദൗർബല്യങ്ങളെക്കുറിച്ചും ശക്തിയെക്കുറിച്ചുമൊക്കെ ജനങ്ങൾക്കറിയാം. പക്ഷേ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ആരോപണ വിധേയമായിരിക്കുന്നത് ഇന്ത്യ മാത്രമല്ല ചൈനയുമാണ്. ചൈന 2000 കിലോമീറ്റർ ഡെപ്സാങ് ആൻഡ് ഡെംചുക് മേഖല, അതെല്ലാം ഗൽവാൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളാണ്. ഈസ്റ്റേൺ ലഡാക്ക് മേഖലയാണ്. അവിടെയുള്ള ഡെപ്സാങ്ങിലെ 900 കിലോമീറ്റർ ഉൾപ്പെടെ 2000 കിലോമീറ്റർ ഭൂമി 2000 ആണ്ടിൽ ആ യുദ്ധത്തിൽ ഗൽവാൻ പോരാട്ടത്തിന് ശേഷം ചൈന കൈവശപ്പെടുത്തി. ഭാരത സൈന്യം കയ്യും കെട്ടി നിന്നു എന്ന മട്ടിലാണ് പരാമർശമുണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, ചൈനീസ് അഗ്രഷനെ പല്ലും നഖവും ഉപയോഗിച്ച്, അതായത് കയ്യിൽ കിട്ടിയ ആയുധങ്ങൾ അവിടെ വെടിവെക്കാനാവില്ല. കാരണം അതിർത്തി സംബന്ധമായ ഒരു ധാരണയുണ്ട്. അവിടെ യന്ത്രത്തോക്കുകൾ അല്ലെങ്കിൽ പീരങ്കികൾ ഉപയോഗിക്കരുത് എന്നൊരു ധാരണയുണ്ട്. അലിഖിതമായൊരു ധാരണയാണ്. അത് ബോർഡർ പെട്രോളിംഗ് സംഘങ്ങൾ തമ്മിൽ എത്തിച്ചേർന്നൊരു ധാരണയാണ്. ആ ധാരണ ലംഘിക്കാതെ തന്നെ ചൈനീസ് കടന്നുകയറ്റക്കാരെ ശക്തമായി നേരിട്ട ഭാരതത്തിൻ്റെ സൈനികരോടുള്ള കടുത്ത അവഗണനയും വലിയ രീതിയിലുള്ള നിഷേധവുമാണ് ഇങ്ങനെ 2000 കിലോമീറ്റർ ചൈനയെ അങ്ങ് കൊണ്ടുപോയി എന്ന് പറയുന്നത്. അതാണ് ദീപാങ്കർ ദത്ത എന്ന ജഡ്ജി ഇപ്പോൾ ആ കേസ് കോടതിയിൽ വന്നപ്പോൾ അപകീർത്തി കേസാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ 2003 ഫയൽ ചെയ്ത അപകീർത്തി കേസിലെ വിചാരണ മധ്യേ അത് മാറ്റണമെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി സമീപിച്ചപ്പോൾ ചോദിച്ച കൃത്യമായ ചില ചോദ്യങ്ങളുണ്ട് ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന്. അദ്ദേഹം ചോദിക്കുകയാണ്, താങ്കൾ അവിടെ പോയിരുന്നോ? ഡു യു ഹാവ് ദി ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ? 2000 കിലോമീറ്റർ എങ്ങനെ എത്തിച്ചേർന്നു? ആ ഒരു നമ്പർ ഇത് ഭാവനയിൽ നിന്ന് പറയുന്നതാണോ? തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹാജരാക്കൂ. ഇപ്പം കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ കടമയല്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നത്. പക്ഷേ അത് ഉന്നയിക്കേണ്ടത് ഭാരത് ജോഡോ യാത്രയിൽ വളരെ കാഷ്വലായി പത്രലേഖകർ ചോദിക്കുമ്പോൾ മറുപടി പറയുക എന്നതല്ല. എ റെസ്പോൺസിബിൾ ഓപ്പോസിഷൻ ലീഡർ ചെയ്യേണ്ടത് സഭയ്ക്കുള്ളിൽ ലോക്സഭാ ഡിബേറ്റിൻ്റെ സമയത്ത് ആ വിഷയം ഉന്നയിക്കുക, എന്നിട്ട് ഉപോത്ബലകമായ സ്ഥിതിവിവരക്കണക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സഭയുടെ മേശപ്പുറത്ത് വെക്കുക. അങ്ങനെയെങ്കിൽ അതിനുള്ള ഉത്തരം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയേ തീരൂ. അങ്ങനെ 2000 കിലോമീറ്റർ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈസ് റെസ്പോൺസിബിൾ. രാജ്യത്തോടായി ആ കാര്യം വെളിപ്പെടുത്താനുള്ള ചുമതല സർക്കാരിനുണ്ട്. ഇങ്ങനെയൊന്നും സംഭവിക്കാതെ കാടടച്ച് വെടിവെക്കുന്നത് പോലെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശശുദ്ധി സ്വാഭാവികമായി ചോദ്യം ചെയ്യപ്പെടും. ഇതാദ്യത്തെ പ്രാവശ്യമല്ല. ശ്രീ അനിൽ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ആദ്യത്തെ പ്രാവശ്യമല്ല ശ്രീ രാഹുൽ ഗാന്ധി
ഈ ദേശവിരുദ്ധ പരാമർശങ്ങൾ എന്ന് ഗണിക്കാവുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. വിദേശ രാജ്യങ്ങളിൽ പലപ്പോഴും സഞ്ചരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്ന പല കാര്യങ്ങളും രാജ്യത്തെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന, ഉദാഹരണത്തിന് സിഖുകാർ ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുകയാണ് എന്ന പരാമർശം ഉൾപ്പെടെ രാജ്യത്തെ മുൾമുനയിൽ നിർത്തുന്ന, രാജ്യത്ത് കടുത്ത മനുഷ്യാവകാശ ലംഘനം നിലനിൽക്കുന്നു, രാജ്യത്ത് വിവേചനമുണ്ട്, ഇവിടെ നിയമവാഴ്ച തകർന്നിരിക്കുന്നു എന്ന രീതിയിലുള്ള വ്യംഗ്യമായ ചില പരാമർശങ്ങൾ, ഇതെല്ലാം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് നിരന്തരം സംഭവിക്കുന്നു. അതിൽ ഒന്നാണ് അതിപ്പോൾ തിരുത്തലിന്റെ ഘട്ടത്തിലാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇതിൽ ഫാക്ച്വലായിട്ടുള്ള എറർ നോക്കൂ. കഴിഞ്ഞ ദിവസം അദ്ദേഹം മരണപ്പെട്ട ആദരണീയനായ നേതാവ് അരുൺ ജെയ്റ്റ്ലി അല്ലേ, അരുൺ ജെയ്റ്റ്ലിയെക്കുറിച്ച് നടത്തിയ പരാമർശം, അരുൺ ജെയ്റ്റ്ലി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയെന്ന് 2019 അതെ മരിച്ച അരുൺ ജെയ്റ്റ്ലി 2020 ആണ്ടിൽ എവിടെ നിന്ന് വന്നാണ്, ഏത് രൂപത്തിൽ വന്നാണ് ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിനെ വിമർശിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് എന്നതിന് യാതൊരു ഊഹവുമില്ല. ജനം കേട്ടവരൊക്കെ പകച്ചു നിൽക്കുകയാണ്. എങ്ങനെയാണ് അതൊരു നാവുപിഴ, കേവലം നാവുപിഴ എന്നതാണോ, അതോ കരുതിക്കൂട്ടി ഒരു കാര്യം പറഞ്ഞു വെക്കുമ്പോൾ എന്തെങ്കിലും ഒരു വിമർശനം, മരിച്ചുപോയി, ജെയ്റ്റ്ലി മരിച്ചു എന്നത് രാഹുൽ ഗാന്ധിക്ക് അറിയാം. അദ്ദേഹം മരിച്ചുപോയ ഒരാൾ വിശദീകരണവുമായി എഴുന്നേറ്റ് വരില്ല എന്നും അറിയാം. പക്ഷേ ഈ 2019 മരിച്ചത് എന്നത് ഒരുപക്ഷെ മനസ്സിൻ്റെ കോഡിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടാവണം. അപ്പം അങ്ങനെ ഒരു സത്യവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനം വിശ്വസിക്കും എന്ന് ധരിച്ചു വശായി പ്രതിപക്ഷ നേതാവ് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് ഈ പറയുന്ന വാക്കിൻ്റെ ആർജവം, ആധികാരികത, വിശ്വാസ്യത, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു രാഷ്ട്രീയ നേതാവിന് ആവശ്യം വേണ്ട ഗുണമാണ് വിശ്വാസ്യത. ആ വിശ്വാസ്യത, കഴിവിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ അഭിപ്രായ വ്യത്യാസമില്ല. കാരണം രാഹുൽ ഗാന്ധി നന്നായി പഠനം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിനാവും വിധം പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം കഥകൾ പറയുന്നുണ്ട്, അദ്ദേഹം ഉപമകൾ ഉപയോഗിക്കുന്നുണ്ട്. വലിയ വാഗ്ധോരണിയിൽ, യാന്ത്രികമാണെങ്കിൽ പോലും വലിയ വാഗ്ധോരണിയിൽ പാർലമെൻറ്റിൽ പ്രഭാഷണങ്ങൾ നടത്തുന്നു. ചില കാര്യങ്ങളിൽ പലരും പറയാൻ മടിച്ചു നിൽക്കുന്ന കാര്യങ്ങൾ രാഹുൽ ഗാന്ധി തുറന്ന് പറയുന്നു. അതൊക്കെ നല്ല കാര്യം. ഒരു പ്രതിപക്ഷ നേതാവ് പെരുമാറേണ്ടത് അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ വ്യക്തമായ സ്ഥിതിവിവരക്കണക്കുകൾ, സ്ഥല കാല ഭേദം എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ സ്ഥലത്തെക്കുറിച്ചും സ്പേസ് ടൈം, അതാണല്ലോ പ്രധാനപ്പെട്ട ഒരു വിഷയം. എവിടെ വെച്ചാണ്, എങ്ങനെയാണ്, എത്ര എണ്ണം, ഇങ്ങനെയുള്ള കാര്യത്തിൽ ഊഹക്കണക്കുകളിലേക്ക് കടക്കുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവായിരിക്കാനുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നിരന്തരമുണ്ടാകുന്ന ഈ വക നിരന്തരമുണ്ടാകുന്ന പ്രയോഗങ്ങൾ, കാഷ്വലായി നടത്തുന്ന റിമാർക്സ്, അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രീതിയിലേക്ക് വളരുമ്പോൾ ഡാമേജ് കൺട്രോൾ ആവശ്യമായി വരും. ഒരു കാര്യം കൂടി ഇത്തരണത്തിൽ പ്രത്യേകമായി ഓർക്കേണ്ടതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അല്ല മറ്റു വിഷയങ്ങളല്ല. ഈ വിഷയത്തിൽ നോക്കൂ, ചൈന ഇന്ത്യയുമായി ഇപ്പോൾ അത്ര നല്ല രസത്തിലല്ല എന്ന് നമുക്ക് തോന്നാം. പരമ്പരാഗതമായി ചൈനീസ് ആക്രമണം ഇന്ത്യ നേരിട്ടിരുന്നു, ടെറിട്ടോറിയൽ ക്ലെയിം ഉണ്ടായി, ഇതെല്ലാം സത്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ മാറിയ സാഹചര്യത്തിൽ ട്രംപിൻ്റെ വ്യാപാര യുദ്ധം കടുത്ത അവസരത്തിൽ ഇന്ത്യക്ക് 25% ടാരിഫ്, അതുപോലെ 10% ഒറിജിനൽ ടാരിഫ്, അതോടൊപ്പം തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ അഡീഷണലായി ഏർപ്പെടുത്തുന്ന ടാരിഫ്, ഇതെല്ലാം കൊണ്ട് ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുമ്പോൾ ബ്രിക്സ് രാജ്യങ്ങൾ, ചൈന ഉൾപ്പെടുന്ന റഷ്യ, ചൈന, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, ബ്രിക്സ് രാജ്യങ്ങളുടെ, മറ്റ് ഇറാൻ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങൾ, ആ കൂട്ടായ്മ ശക്തിപ്പെടുത്താനായി ഭാരതം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ചൈനയുമായി അലോസരമുണ്ടാക്കുന്ന രീതിയിൽ കൂടി ചൈന പോലും ക്ലെയിം ചെയ്തിട്ടില്ല, ഈ 2000 കിലോമീറ്റർ ചൈന പോലും ക്ലെയിം ചെയ്തിട്ടില്ല എന്ന് ഓർക്കണം. അപ്പം ഇന്ത്യൻ ഗവൺമെൻറ്റിനെയാണ് സമ്മർദ്ദപ്പെടുത്തുന്നത് എങ്കിൽ പോലും ചൈന ഇന്ത്യ ബന്ധങ്ങളിൽ 2024 ഒക്ടോബറിൽ ഒരു ധാരണയുണ്ടായി, അതിർത്തി സംബന്ധിച്ച ഒരു ധാരണയുണ്ടായി. ആ ധാരണയെ പോലും അട്ടിമറിക്കുന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് പ്രസ്താവന വരുമ്പോൾ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മാറി ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും നരേന്ദ്രമോദിയെയും ബുദ്ധിമുട്ടിലാക്കുന്നു എന്നത് അല്ല അവിടെ വിഷയം. രാജ്യാന്തര ബന്ധങ്ങളെ ബാധിക്കുന്ന രീതിയിൽ പ്രസ്താവനകൾ വളരുന്നത് ആരോഗ്യപരമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം.